സമരങ്ങളിലൂടെ തൊഴിലാളി വർഗം നേടിയെടുത്ത ആനുകൂല്യങ്ങളുണ്ട്. അത് പ്രോവിഡന്റ് ഫണ്ടിന്റെ രൂപത്തിൽ, ESI ആനുകൂല്യങ്ങൾ രൂപത്തിൽ, അങ്ങനെയുള്ള നിരവധിയായിട്ടുള്ള ആനുകൂല്യങ്ങൾ ഈ തൊഴിൽശാലകൾ അടച്ചുപൂട്ടപ്പെട്ടാൽ, കശുവണ്ടി ഫാക്ടറികൾ ഇല്ലാതെയായാൽ, കൈത്തറി നെയ്ത്തുശാലകൾ ഇല്ലാതെയായാൽ ഈ തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ കൂടി നിഷേധിക്കപ്പെടുകയാണ് എന്നർത്ഥം. അപ്പോൾ ഏത് തൊഴിലാളിയുടെ കണ്ണുനീരാണ് നിങ്ങൾ ഒപ്പിയത്? ഏത് തൊഴിലാളി വർഗത്തെ ഉദ്ധരിക്കുവാനാണ് ഈ 9 വർഷക്കാലം നിങ്ങൾ പ്രവർത്തിച്ചത്? മാനത്ത് മഴക്കാറ് വന്നാൽ പട്ടിണിയിലാവുന്ന പരമ്പരാഗത വ്യവസായ മേഖലയെ തകർത്ത് ജനങ്ങൾ എന്നാൽ, വോട്ടർമാർ എന്നാൽ കേവലം നികുതി നൽകുവാനുള്ളവർ മാത്രമാണ് എന്നൊരു സങ്കല്പം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ദിശാസൂചികയായി മാറുവാൻ കഴിയുന്ന ഈ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ പ്രാധാന്യം വിശദീകരിക്കുവാൻ ഐക്യജനാധിപത്യമാണ് എന്ന് കേരളത്തിലെ അഴിമതി മുഖ്യമന്ത്രിയുടെ വീട്ടിൽ നിന്നാണ് ആരംഭിക്കുന്നത്. തെളിവയെ പ്രകടമാക്കുന്ന ബഹുമാനായ MP ഈ നിയോജക മണ്ഡലത്തിൽ ഒരു നിയമസഭാംഗം, ഏതെങ്കിലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നലെയാണ് ദേവരാജൻ പറഞ്ഞു, ഈ ഗവൺമെന്റ് ഈ തെരഞ്ഞെടുപ്പിൽ ആശുപത്രികൾ നോക്കുകുത്തികളാക്കി, വനം വകുപ്പിനെ കയറൂരി വിട്ട്, കാട്ടാനയെ വിട്ട് ഏറ്റവും കരുത്തു പകർന്ന മണ്ണാണ് നിലമ്പൂരിന്റെ മണ്ണ്. ഇവിടെ ബഹുമാന്യായ ശ്രീ ആര്യാടൻ ഏറ്റവും ഒടുവിൽ UDFന്റെ ആദ്യാവസാനക്കാരനായിരിക്കണമെന്ന് നിർബന്ധമുള്ള അത്രയേറെ കമ്മിറ്റ്മെന്റ് പ്രസ്ഥാനത്തോടും മലയാളത്തോടും വെച്ചു പുലർത്തുന്ന ഈ ആര്യാടന്റെ അഭാവത്തിലാണ് നമ്മൾ കൺവെൻഷൻ ചെയ്യുന്നത്. എനിക്ക് ഉറപ്പുണ്ട് അദ്ദേഹത്തിന്റെ മനസ്സും ആത്മാവുമൊക്കെ വിശ്വസിക്കാനും ഇല്ലെങ്കിലും ഇവിടെ ഉണ്ടാകുമെന്ന് പറയാനാണ് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് വന്നതിന് ഒരു കാരണം മാത്രമേ ഉള്ളൂ, അത് കേരളത്തിലെ ജനങ്ങളെ ഇത്രയേറെ വെറുക്കപ്പെട്ടതായ ആര്യാടൻ ഷൗക്കത്ത് ആയിരക്കണക്കിന് പ്രവർത്തകന്മാരുടെ ആശീർവാദങ്ങൾ ഏറ്റുവാങ്ങി സദസ്സിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട UDFന്റെ സംസ്ഥാനത്തെ മുഴുവൻ നേതാക്കൾ കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട KC വേണുഗോപാൽ ഉൾപ്പെടെ, പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ, പ്രതിപക്ഷ ഉപനേതാവ് ഉൾപ്പെടെ, AICCയുടെ ജനറൽ സെക്രട്ടറി ദീപാദാസ് മാഡം ഉൾപ്പെടെ എല്ലാവരും, അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ള നമ്മുടെ പ്രിയപ്പെട്ട നേതാവ്, മതേതര കേരളത്തിന്റെ അഭിമാനമായിരുന്ന, മലബാറിന്റെ സുൽത്താനായിരുന്ന പ്രിയപ്പെട്ട ആര്യാടൻ മുഹമ്മദിന്റെ പൊന്നോമന പുത്രൻ ശ്രീ ആര്യാടൻ ഷൗക്കത്ത് ഈ വേദിയിലേക്ക് കടന്നു വരികയാണ്. ഏറ്റവും നിർണായകമായ, വിധി നിർണായകമായ ഈ നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ജനാധിപത്യ മുന്നണിയുടെ സാരഥിയായി, സ്ഥാനാർത്ഥിയായി ജനവിധി നൽകുന്ന പ്രിയപ്പെട്ട ആര്യാടൻ ഷൗക്കത്തിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണ കൺവെൻഷന്റെ ആ കൺവെൻഷൻ അക്ഷരാർത്ഥത്തിൽ ഈ കോടതിപ്പടിയിൽ പ്രിയപ്പെട്ടവരെ ഇതൊരു മഹാസമ്മേളനമായി, ഒരു മഹാസംഗമമായി മാറിയിരിക്കുകയാണ്. ഈ സദസ്സിലേക്ക് കടന്നു വരികയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് ആര്യാടൻ മുഹമ്മദ് എന്ന കുഞ്ഞാക്കയുടെ പൊന്നാമന പുത്രൻ ആര്യാടൻ ഷൗക്കത്ത് എന്ന വാപ്പുട്ടിയെ വിജയിപ്പിക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തടിച്ചുകൂടിയിരിക്കുന്ന നൂറുകണക്കിന് ഐക്യജനാധിപത്യ ഷൗക്കത്ത് ഇതാ കടന്നു വന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ജൂൺ മാസം
നമ്മുടെ അഭിവാദ്യം. ഏറ്റവും പ്രധാനപ്പെട്ട സമയമെന്ന് ഞാൻ കരുതുന്ന 2006 മുതൽ 2011 വരെയുള്ള 5 വർഷക്കാലം നിയമസഭയിലെ പ്രതിപക്ഷത്തെ 2ാം ബെഞ്ചിൽ അദ്ദേഹത്തിന്റെ അടുത്താണ് ഞാൻ 5 വർഷക്കാലം. ഒരുപക്ഷേ കെ.സി. വേണുഗോപാലിനോടും അദ്ദേഹത്തിന് ഭയങ്കരമായ വാത്സല്യമായിരുന്നു. ഞങ്ങൾ അന്നത്തെ ചെറുപ്പക്കാരെ പോലെ അധികാരത്തിലേക്ക് തിരിച്ചു വരും. ഇത് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ പറഞ്ഞു, 9 വർഷക്കാലമായി ഈ സംസ്ഥാനത്ത് അധികാരത്തിലിരിക്കുന്ന പിണറായി സർക്കാരിനെ നിലമ്പൂരിലെ ജനങ്ങളുടെ മനസ്സാക്ഷിയുടെ കോടതി വിചാരണ ചെയ്യുന്ന സുദിനങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പ് കാലം. ഇപ്പൊ 4ാം വാർഷികം കഴിഞ്ഞേയുള്ളൂ. 4ാം വാർഷികത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവകാശവാദം എന്തായിരുന്നു? വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യം അല്ലെ? ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന റിസൾട്ട് വന്നപ്പോ എന്താ ഉണ്ടായത് ഞാൻ പറയണല്ലോ. അതുകൊണ്ട് കപ്പടിച്ചു ഞങ്ങൾ പോന്നു. അതേമാതിരി പോകും, ഒരു സംശയം വേണ്ട. എല്ലാവരും ഒരുങ്ങിക്കൂടി റിസൾട്ടിന് ആര്യാടൻ ഷൗക്കത്ത് ആര്യാടന്റെ പാരമ്പര്യം ഏറ്റെടുത്ത് നിലമ്പൂരിൽ മതേതരത്വ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി സമാദരണീയനായ പ്രസിഡന്റ് ശ്രീ സെന്റി ജോസഫ് തന്നെ സംസാരിക്കും. പ്രതിപക്ഷ ഉപനേതാവ് AIC നിലമ്പൂരിനെ നന്നായിട്ട് അറിയുന്ന, മലപ്പുറത്തെ നന്നായിട്ട് അറിയുന്ന, സ്നേഹിക്കുന്ന കേരള രാഷ്ട്രീയത്തിൽ ലീഡർ ശ്രീ കെ കരുണാകരൻ, ബഹുമാനായ സംഘടനയുടെ ചുമതലയുള്ള ശ്രീ കെ.സി. വേണുഗോപാൽ, ബഹുമാന്യരായ നേതാക്കളെ, ബഹുമാന്യരായ വിള്ളൽ നന്നായി കൂടിയപ്പോൾ ഇപ്പോൾ തള്ളൽ നിന്നിട്ടുണ്ട്. നമ്മുടെ ഈ സംസ്ഥാനത്തിന് തകർത്ത് തരിപ്പണമാക്കിയതിനെതിരെയുള്ള ജനവിധിയാണ്. ഞങ്ങൾ എല്ലാവരും എന്ന് കരുതല്ല. അച്യുതാനന്ദന് ക്യാപിറ്റൽ ബെഞ്ച് പണിഷ്മെന്റ് വിധിച്ച